നമ്മൾ വളരെ സാവധാനത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൻ്റെ അകത്താണ്. നേരെ സന്ധ്യയായി വരുന്നു. കിടക്കാനുള്ള ഒരുക്കത്തിലാണ് എൻ്റെ സഹയാത്രികരൊക്കെ. ഇരുന്ന സീറ്റിനെ നിവർത്തിയിട്ടൊക്കെ ബെഡാക്കി മാറ്റുന്നു. അതിനുള്ള ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, തലയണ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതൊക്കെ നിവർത്തി കിടക്കാനുള്ള ഒരുക്കത്തിലാണ്. ഹംഗറിയിലാണ് നമ്മൾ. ഹംഗറിയുടെ ഭൂമിയിലൂടെ, ഹംഗറിയുടെ ഗ്രാമങ്ങളിലൂടെ ട്രെയിൻ സാവധാനത്തിൽ പോവുകയാണ്. പല സ്റ്റേഷനുകളിൽ നിർത്തിയൊക്കെയാണ് പോകുന്നത്. ബുഡാപെസ്റ്റ് എന്ന നഗരത്തിൽ നിന്നാണ് നമ്മൾ ഈ യാത്ര ആരംഭിച്ചത്. ഇന്ന് പകൽ മുഴുവൻ ബുഡാപെസ്റ്റിലായിരുന്നു. ട്രെയിൻ അങ്ങനെ ഓടി ഓടി ഗ്യോർ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലേക്ക് എത്തി. ഗ്യോർ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടും ഇത് പുറപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ ഗ്യോറിൻ്റെ പ്ലാറ്റ്ഫോം കാണാം. അവിടെ കുറേ ആളുകളുണ്ട്, കുറേയേറെ പോലീസുകാരുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിരിക്കുന്ന ആ കമ്പാർട്ട്മെൻറ്റിനകത്തേക്ക്, ആ കോച്ചിനകത്തേക്ക് 2-3 ഉദ്യോഗസ്ഥർ കയറി വന്നു. ടിക്കറ്റ് പരിശോധകരാണ്. അവർ വന്ന് എല്ലാവരുടെയും ടിക്കറ്റ് മാത്രമല്ല പരിശോധിക്കുന്നത്, പാസ്പോർട്ടും കൂടെ പരിശോധിക്കുന്നു, വിസയുണ്ടോ എന്ന് നോക്കുന്നു. കാരണം ഈ ഗ്യോർ സ്റ്റേഷൻ അതിർത്തി സ്റ്റേഷനാണ്. ഹംഗറി കഴിഞ്ഞ് നമ്മളിനി ഓസ്ട്രിയയിലേക്ക് കടക്കുകയാണ്. ട്രെയിൻ ഓസ്ട്രിയയിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിനു മുമ്പുള്ള പരിശോധനയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഈ പരിശോധനയൊന്നും ഉണ്ടായിരുന്നില്ല. ഹംഗറിയും ഓസ്ട്രിയയും ഒക്കെ യൂറോപ്പിൻ്റെ ഭാഗമാണ്. ഷെങ്കൻ വിസ കൊണ്ട് യാത്ര ചെയ്യുന്ന നാടാണ്. പക്ഷേ എങ്കിലും ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ കിഴക്കൻ യൂറോപ്പിൻ്റെ ഭാഗത്തു നിന്ന് ധാരാളം അഭയാർത്ഥികളും അനധികൃത കുടിയേറ്റക്കാരും ഒക്കെ വന്നു കയറുന്ന ഹംഗറി എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് മെയിൻലാൻഡ് യൂറോപ്പിലേക്ക് കിടക്കുകയാണ്. അവിടെ ഒരു പരിശോധന ആവശ്യമാണ്. അല്ലെങ്കിൽ പാസ്പോർട്ടില്ലാത്തവർ, വിസയില്ലാത്തവർ, അനധികൃതമായി കയറി വരുന്നവരെയൊക്കെ യൂറോപ്പിലേക്ക് കടത്തിവിടുന്നത് തടയാൻ വേണ്ടി പരിശോധിക്കുന്ന ഒരു സ്റ്റേഷനാണ് ഗ്യോർ. കുറേ നേരം നിന്നു. എല്ലാവരുടെയും പാസ്പോർട്ടൊക്കെ പരിശോധിച്ചിട്ടാണ് ഉദ്യോഗസ്ഥർ ഇറങ്ങിപ്പോയത്. താമസിയാതെ ട്രെയിൻ വീണ്ടും പുറപ്പെട്ടു, യാത്രയായി. പിന്നെ നമ്മൾ ഓസ്ട്രിയയിലേക്ക് കയറി. അപ്പോഴത്തേക്ക് നല്ല ഇരുട്ടായി. ഓസ്ട്രിയയിലൂടെ പിന്നെ ദീർഘമായ യാത്രയാണ്. പുറത്ത് കാഴ്ചകളൊന്നുമില്ല. ഞാൻ എൻ്റെ ബർത്തിൽ കയറി കിടന്നു. സുഖമായിട്ടുള്ള ഉറക്കം. ആ രാത്രി മുഴുവൻ ഓസ്ട്രിയയുടെ മണ്ണിലൂടെയാണ് കൂടുതൽ സമയം ട്രെയിൻ ഓടിയത്. പിന്നെ ആൽപ്സിലേക്ക് കയറി. ആൽപ്സിൻ്റെ ചെരിവുകളിലൂടെ ആൽപ്സിൻ്റെ മുകളിലേക്കുള്ള യാത്ര. അതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല, നല്ല ഇരുട്ടതായിരുന്നു. നേരം വെളുക്കുമ്പോൾ പുലർച്ചെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ട്രെയിന് സൂറിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്നു. സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും പ്രമുഖ നഗരമായ സൂറിച്ചിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ. അവിടെയാണ് എനിക്ക് ഇറങ്ങേണ്ടത്. സൂറിച്ചിൽ നിന്നാണ് ഞാൻ സ്വിറ്റ്സർലൻഡിലെ യാത്രകൾ ആരംഭിക്കുന്നത്. ഞാൻ ട്രെയിനിൽ നിന്ന് ബാഗൊക്കെ എടുത്തിറങ്ങി സ്റ്റേഷൻ്റെ പുറത്തേക്ക് നടന്നു. അപ്പം പുറത്തേക്ക് ചെല്ലുമ്പോൾ ഒരു കാഴ്ച എന്താ വെച്ച് കഴിഞ്ഞാൽ മഴയാണ്. ഞാൻ കുറേ നേരം അവിടെ നിന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ക്രോൺ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ലിമ്മത്ത് എന്ന് പറയുന്നൊരു നദി, ലിമ്മത്ത് നദി സൂറിച്ച് തടാകത്തിലേക്ക് ചെന്ന് ചേരുന്ന ഒരു നദിയാണ്. ഈ നദിയുടെ 2 കരയിലുമായിട്ടാണ് സൂറിച്ച് നഗരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ. ലിമ്മത്ത് നദിയുടെ തീരത്തൂടെയുള്ള ഒരു പാതയ്ക്ക് ലിമ്മത്ത് സ്ട്രാസെ എന്നും പറയും. അപ്പോൾ ഈ ലിമ്മത്ത് നദിയുടെ മുമ്പിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഈ സ്റ്റേഷൻ്റെ നേരെ മുന്നിൽ നദി ഉണ്ട്. നദി കാണാം നമുക്ക്. ഈ നദിയുടെ തീരത്ത് തന്നെ കുറച്ച് മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ എത്തുന്ന ഒരു സ്ഥലത്താണ് ഈ ഹോട്ടൽ. അപ്പോൾ അത് ഞാൻ മാപ്പൊക്കെ നോക്കി ബുക്ക് ചെയ്തതാണ്. സ്റ്റേഷനിൽ നിന്ന് ഒന്നിറങ്ങിയാൽ നടന്ന് ഹോട്ടലിലേക്ക് ചെല്ലുക. കാരണം ഇന്നലെ വൈകിട്ട് ഞാൻ ചെക്ക് ഇൻ ചെയ്യേണ്ടതാണ് ആ ഹോട്ടലിൽ. അപ്പോൾ ഇന്നലെ മുതൽ എനിക്ക് വേണ്ടി ആ മുറി ഒഴിച്ചിട്ടുണ്ട്. അപ്പം രാവിലെ ചെന്ന് എനിക്ക് ചെക്ക് ഇൻ ചെയ്യാം. കുറേ നേരം നിന്നിട്ടും മഴ തോരുന്നില്ല. അപ്പോൾ ഞാനൊരു ടാക്സി വിളിച്ചു. ടാക്സിക്കാരനോട് ഞാൻ പറഞ്ഞു, ഇവിടെയാണ്, എനിക്ക് ഹോട്ടൽ അറിയാം. അപ്പോൾ അയാൾ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ തൊട്ടടുത്ത ഹോട്ടൽ. കേൾക്കുന്നില്ല. പുള്ളി വേറെ ഏതോ വഴിയിലൂടെയൊക്കെ കുറേ ദൂരമൊക്കെ ഓടി ഈ മെയിൻ സ്ട്രീറ്റിൻ്റെ പുറകിൽ കൂടെ വന്ന് ഈ ഹോട്ടലിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് നിർത്തി. അയാൾക്ക് കാശൊക്കെ കൊടുത്ത് ഞാൻ ഈ ക്രോൺ ഹോട്ടലിലേക്ക് കയറി ചെന്നു. അവിടെ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയാണ് അവിടുത്തെ റിസപ്ഷനിസ്റ്റും അക്കൗണ്ടൻറ്റും എല്ലാം. എന്തേ ഇന്നലെ വരാത്തത്? ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ ഹംഗറിയിൽ പോയിരുന്ന കഥയൊക്കെ പറഞ്ഞു. കുറച്ച് കുശലമൊക്കെ പറഞ്ഞ് മുറിയുടെ കീയൊക്കെ തന്നു. മുകളിലത്തെ നിലയിലാണെന്ന് പറഞ്ഞു. ലിഫ്റ്റൊന്നുമില്ല, നടന്നു കയറി. ഞാൻ മുറിയിൽ ചെന്നു, കുളിച്ചു, ഫ്രഷായി, റെഡിയായി, വസ്ത്രമൊക്കെ മാറി, ബാഗൊക്കെ അതിനകത്ത് വെച്ചിട്ട് അപ്പോഴത്തേക്കും എനിക്കൊരു ഫോൺ വന്നു എൻ്റെ മൊബൈലിലേക്ക്. എൻ്റെ ഒരു സുഹൃത്തും ബന്ധുവൊക്കെ ആയ ബോബി, അയാൾ ഈ സൂറിച്ചിലാണ് താമസിക്കുന്നത്. അയാൾ മാത്രമല്ല, അയാൾ കുടുംബസമേതം വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ആളാണ്. അപ്പോൾ ബോബി ഞാനവിടെ എത്തും ഈ ദിവസം എന്നറിഞ്ഞിരുന്നു. ബോബി എന്നെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ വന്ന് കയറിയിട്ടേ ഉള്ളൂ, ഇന്നലെ വരുമെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നേ, അത് ചെറിയൊരു മാറ്റം വന്നു. അപ്പോൾ ബോബി പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരികയാണ്, നിങ്ങൾ ഈ ക്രോൺ ഹോട്ടലിലല്ലേ താമസിക്കുന്നത്, ഞാനൊരു 10 മിനിറ്റിനകം താഴെ എത്തും, താഴേക്ക് വാ, നമുക്കൊന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോഴത്തേക്കും ഒരു 7 മണിയൊക്കെ ആകുന്നതേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് റെഡിയായി താഴെ ചെല്ലുമ്പോഴത്തേക്കും ബോബി എത്തിയിട്ടുണ്ട്. ബോബി കാറുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നെ വിളിച്ച് ആ കാറിൽ കയറ്റി. അപ്പം ഞാൻ പറഞ്ഞു ബോബിയോട്, ഇന്നെന്താ പരിപാടി?
ബോബി പറഞ്ഞു എനിക്ക് ഉച്ചയ്ക്ക് മുമ്പ് ഡ്യൂട്ടിക്ക് കയറണം. അദ്ദേഹം സൂറിച്ചിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഹോട്ടലിലെ സ്റ്റാഫാണ്, അവിടെ ജോലി ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് സുപ്രധാനമായ ചില ഫംഗ്ഷനുകൾ ആ ഹോട്ടലിലുണ്ട്. എൻ്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് നഗരം കാണണം, അപ്പോൾ ഇന്ന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ടൂർ ബുക്ക് ചെയ്താലോ? ബോബി അങ്ങോട്ട് സജസ്റ്റ് ചെയ്തേ. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനടുത്ത് ടൂർ ബുക്ക് ചെയ്യുന്ന ഇൻഫർമേഷൻ സെൻറ്ററുകളുണ്ട്. അവിടേക്ക് തന്നെ വണ്ടി ആദ്യം വിട്ടു. അവിടെ പോയി ഒരു ഇൻഫർമേഷൻ സെൻറ്ററിൽ ചെന്ന് ഇന്ന് സിറ്റിയെ ഒന്ന് പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ പരിസരങ്ങളിലൂടെ പോകാൻ പറ്റുന്ന ഏതെങ്കിലും ടൂറുണ്ടോ എന്ന് നോക്കിയപ്പം ഒരു 12 മണിക്ക് പുറപ്പെടുന്ന ഒരു ഹാഫ് ഡേ സിറ്റി ടൂറുണ്ട്. ഒരു 4 മണി 4:30 ആകുമ്പോഴത്തേക്ക് ആ ടൂർ അവസാനിക്കും. അത് തന്നെ ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചു. 12 മണി വരെ സമയമുണ്ടല്ലോ, അത് ബുക്ക് ചെയ്തു. അപ്പോൾ എവിടെ നിന്നാണ് പുറപ്പെടുക? ഇവിടെ തന്നെ വന്നാൽ മതി. ഈ ഇൻഫർമേഷൻ സെൻറ്ററിന് മുമ്പിൽ, അതായത് സ്റ്റേഷൻ്റെ മുമ്പിൽ ബസ് വരും 12 മണിയാകുമ്പോൾ. വൗച്ചറൊക്കെ വാങ്ങി വീണ്ടും ചെന്ന് ബോബിയുടെ കാറിനകത്ത് കയറി. ബോബി പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനല്ലേ പോകണ്ടേ, നമുക്ക് വീട്ടിലേക്ക് പോയാലോ? ഞാൻ ചോദിച്ചു വീട്ടിലാരാ ഉള്ളത്? വീട്ടിലാരും ഇല്ല, അതല്ലേ സൗകര്യം, നമുക്കങ്ങ് പോവാം. അപ്പോൾ ഇവിടുന്ന് ഒരു അരമണിക്കൂർ ഓടിയാൽ ബോബിയുടെ വീട്ടിലെത്തും. ശരി, പോയേക്കാം. ഒരു മലയാളിയുടെ വീട് സന്ദർശിക്കാൻ കിട്ടുന്ന അവസരം കളയരുതല്ലോ. ഞങ്ങളങ്ങനെ വീട്ടുവിശേഷങ്ങൾ, നാട്ടുവിശേഷങ്ങൾ, സ്വിറ്റ്സർലൻഡിലെ വിശേഷങ്ങൾ ഒക്കെ സംസാരിച്ചുകൊണ്ട് അവിടുത്തെ ജീവിതം, കഥകൾ ഒക്കെ പറഞ്ഞിങ്ങനെ ഓടുകയാണ്. ടണലുകളൊക്കെ പിന്നിട്ട് സ്വിറ്റ്സർലൻഡിൽ എവിടെയും പാതകൾ സുഗമമായിട്ട് പോകുന്നത് ടണലുകളും പാലങ്ങളും ഒക്കെ വെച്ചിട്ടാണ്. മലയുടെ പ്രദേശമാണല്ലോ, ആൽപ്സ് പർവ്വതത്തിലാണ് ഈ സൂറിച്ച് നഗരം പോലും. അങ്ങനെ ഒരു വലിയൊരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിലെത്തുന്നു. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ചെന്ന് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ബോബി ഇതുണ്ടാക്കണം. ബോബിയുടെ ഭാര്യയും മക്കളും ഒക്കെ നാട്ടിലേക്ക് പോയിരിക്കുകയാണ്, ബോബി തനിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയോ സാധനങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. അത് അവനിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. ജ്യൂസുണ്ട്, ഓംലെറ്റ് ഉണ്ടാക്കുക, ഇങ്ങനെ. അപ്പോൾ ഇത് പണിതുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ബോബി നല്ല ഗംഭീര പാചകക്കാരനാണ്. ആ ചടുലത, ആ പ്രൊഫഷണലിസം, ആ പെർഫെക്റ്റായിട്ട് ആ ഓംലെറ്റൊക്കെ ഇങ്ങനെ മറിച്ചിടുന്ന കാണുമ്പോൾ നമുക്കറിയാം ബോബിയുടെ സ്ഥിരം പരിപാടി ഇതാണെന്ന്. ഏതായാലും ഞാൻ എല്ലാം ഷൂട്ട് ചെയ്തു. ബോബിയുടെ പാചകം ഒക്കെ ഗംഭീരമായിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവിടുത്തെ കഥകൾ, വീട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്നു. ഇത്തരം അപ്പാർട്ട്മെൻറ്റുകളിലും ഇത്തരം ഒന്നിച്ച് ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ കോമണായ കുറേ ഫെസിലിറ്റികളുണ്ട്. നമ്മുടെ കേരളത്തിലെ ഫ്ലാറ്റുകളിലൊന്നും അത് വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതായത് അലക്ക് കേന്ദ്രം, കോമൺ അലക്ക് കേന്ദ്രമാണ്. എല്ലാവർക്കും ഒരു കാർഡുണ്ട്. ഈ കാർഡുമായിട്ട് ഓരോ വീട്ടുകാർക്കും കാർഡുണ്ട്. ആ കാർഡുമായിട്ട് ചെന്നാൽ അത് യൂസ് ചെയ്താൽ ആ കോമൺ അലക്ക് കേന്ദ്രത്തിൽ നമുക്ക് തുണി അലക്കിക്കൊണ്ട് പോരാം. അതുപോലെ തന്നെ പാത്രം കഴുകാൻ, ഇതിനെല്ലാം കോമൺ ഏരിയകളുണ്ട്. അത് സൗകര്യം, ഓരോ ഫ്ലാറ്റിലും ഇത് മേടിച്ച് വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കൊണ്ടുപോയി കാണിച്ചു. ഇതൊക്കെയാണ് അവിടുത്തെ ഫെസിലിറ്റികൾ. സ്വിറ്റ്സർലൻഡിലൊക്കെ മനുഷ്യർ ജീവിക്കുന്ന വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ്, പ്രൊഫഷണലായിട്ടാണ്. മറ്റൊരാളെ ആശ്രയിക്കാതെ എങ്ങനെ സ്വയം കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഈ പാശ്ചാത്യ നാടുകളിലെല്ലാം ഒരു സിസ്റ്റം രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഭാര്യയെ ആശ്രയിക്കാതെ ഭർത്താവിന്, ഭർത്താവിനെ ആശ്രയിക്കാതെ ഭാര്യയ്ക്ക്, മാതാപിതാക്കളെ ആശ്രയിക്കാതെ മക്കൾക്ക്, കല്യാണം കഴിക്കാത്ത ഒരാൾക്ക് സ്വതന്ത്രമായിട്ട് അവൻ്റെ എല്ലാ കാര്യങ്ങളും നടത്താവുന്ന രീതി പോലെ, അങ്ങനെ മറ്റൊരാളെ ആശ്രയിക്കാതെ ഒരാൾക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളാണ് ഈ യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ സംവിധാനം ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ദുബായ് പോലുള്ള, അബുദാബി പോലുള്ള നഗരങ്ങളിലേക്കും ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ചൈനയിലേക്കും ഒക്കെ ഇപ്പോൾ സ്പ്രെഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. എല്ലാ മനുഷ്യരും ഇൻഡിപെൻഡൻ്റ് ആവുക, മറ്റൊരാളെ ആശ്രയിക്കുക എന്നുള്ളതല്ല. ആശ്രയിക്കുന്നതിലോ അല്ലെങ്കിൽ നമ്മളവരെ സഹായിക്കുന്നതിലോ തീർച്ചയായിട്ടും മാനവികതയുടെ ചില അംശങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നുമില്ലാതെ എങ്ങനെ ജീവിക്കാം, മരണം വരെ മറ്റാർക്കും ബാധ്യതയാവാതെ മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിഫലനവും പ്രതീകവും കൂടിയാണല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലും അതാണ് വരേണ്ടത്. മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ ഓരോ മനുഷ്യനെയും പ്രാപ്തനാക്കണം. അത് പ്രാപ്തരാക്കുമ്പോഴാണ് ആ നാട് സ്വിറ്റ്സർലൻഡ് പോലെയായി എന്ന് നമുക്ക് പറയാൻ പറ്റുക. അല്ലാതെ പ്രകൃതി സൗന്ദര്യം മാത്രമല്ല അവിടെയുള്ളത്, നല്ല റോഡുകളും വിമാനത്താവളങ്ങളും റെയിൽവേ സംവിധാനവും മാത്രമല്ല ഉള്ളത്. ഓരോ വ്യക്തിക്കും ആത്മാഭിമാനത്തോടെ മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. അത് വരുമാനം മാത്രമല്ല, ആരോഗ്യം നഷ്ടപ്പെട്ട ഒരാൾക്കും മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള സൗകര്യങ്ങളും ഫെസിലിറ്റികളും കൂടി ഒരുക്കുന്നുണ്ട്. നഗരത്തിലേക്ക് പോരേണ്ട സമയമായി. ബോബിക്ക് ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ ബോബി പറഞ്ഞു ഞാൻ കാർ എടുക്കുന്നില്ല, കാരണം എനിക്ക് ഈ കാറും കൊണ്ട് പോകുന്നതിനേക്കാൾ സൗകര്യം ട്രെയിനിൽ പോകുന്നതാണ്. അറ്റ്ലീസ്വിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ ഈ വീട്. ഈ അറ്റ്ലീസ്വില്ലിലെ സ്റ്റേഷനാണ് ആ തൊട്ട് താഴെ കാണുന്നത്. അതായത് ഒരു 50 മീറ്റർ അങ്ങ് നടന്നാൽ സ്റ്റേഷനിലേക്കാണ് ചെല്ലുന്നത്. ആ സ്റ്റേഷനിൽ ചെന്നാൽ ഓരോ 10 മിനിറ്റോ 15 മിനിറ്റോ കൂടുമ്പോൾ ഈ സൂറിച്ച് സിറ്റി നഗരഹൃദയത്തിലേക്ക് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിനുകൾ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുന്നു. ടിക്കറ്റ് മെഷീനുകളുണ്ട്. അവിടെ പോയി നമ്മൾ എത്തേണ്ട സ്റ്റേഷൻ്റെ നമ്പർ ഞെക്കി പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റും ബാക്കി പൈസയും കൂടെ വേറൊരു സ്ലോട്ടിൽ കൂടെ കിട്ടും. ഇതൊക്കെ ഇപ്പോൾ കേരളത്തിൽ മെട്രോയിലും ഒക്കെ യാത്ര ചെയ്യുന്നവർക്ക് സുപരിചിതമാണ്. പക്ഷേ അന്ന് 2002-ലും 2003-ലും ഒക്കെ എനിക്കിത് അത്ഭുത കാഴ്ചയായിരുന്നു.
ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ, മനുഷ്യരില്ലാത്ത ടിക്കറ്റിങ് സംവിധാനങ്ങൾ, ഇതൊക്കെ കൗതുകത്തോടെ ഞാൻ കണ്ടു നിന്ന് ഓർക്കുന്നുണ്ട്. ഒരു ട്രെയിൻ വന്നു, കയറി, താമസിയാതെ സൂറിച്ച് സ്റ്റേഷനിൽ വന്നിറങ്ങി. ബോബിയുടെ വഴിക്ക് പോയി. ഞാൻ സ്റ്റേഷന് മുമ്പിൽ കാത്തു നിൽപ്പായി. ഇനി ഒരു മണിക്കൂർ കാത്തു നിൽക്കണം. അപ്പോഴും ചാറ്റൽ മഴയുണ്ട്. ഈ സ്റ്റേഷനിലെ കാഴ്ചകൾ, ജീവിതമൊക്കെ കണ്ടങ്ങനെ കുറേ നേരം നിന്നു. അപ്പോഴത്തേക്കും ബസ് വന്നു. ഈ ബസ് ഒരു ഡബിൾ ഡെക്കർ ബസ്സാണ്, 2 നിലയുള്ള ബസ്സാണ്. മുകളിൽ തുറന്നതല്ല, സാധാരണ ബസ് 2 നിലയായിട്ട് ആളുകൾക്ക് ഇരിക്കാവുന്നത്. ആ ഡബിൾ ഡെക്കർ ബസ്സിൽ ഞാൻ ചെന്ന് കയറി, വൗച്ചർ കാണിച്ചു, കയറ്റി. ഞങ്ങൾ ഇനി ടൂർ തുടങ്ങുകയാണ്. ഈ ബസ്സിൻ്റെ മുകളിലത്തെ നിലയിൽ തന്നെ ഞാനിരുന്നു. അവിടെ ഇരുന്നാൽ ഷൂട്ട് ചെയ്യാൻ കുറച്ചുകൂടെ വിഷ്വൽ ബ്യൂട്ടി കുറച്ചുകൂടെ ഉയർന്ന സ്ഥലത്ത് നിന്ന് കാണുമ്പോഴാണല്ലോ. അങ്ങനെ നഗരത്തിൻ്റെ ഓരത്തുകൂടെ, ഈ ലിമ്മത്ത് നദിയുടെ തീരത്തുകൂടെ കുറേ ദൂരം കൂടി അതിൻ്റെ 2 കരയിലുമുള്ള പ്രൗഢ മന്ദിരങ്ങൾ, ചരിത്ര മന്ദിരങ്ങൾ ഒക്കെ പരിചയപ്പെടുത്തി. അപ്പോൾ ഒരു ഗൈഡുണ്ട്, ഒരു മെലിഞ്ഞ് നീണ്ട ഒരു സ്ത്രീയാണ് ഗൈഡ്. അവരിങ്ങനെ മൈക്കിലൂടെ ഈ കഥകൾ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് സ്വിറ്റ്സർലൻഡിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചാണ്. നേട്ടമെന്ന് പറഞ്ഞാൽ 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളുണ്ടായി യൂറോപ്പ് ആകെ തകർന്ന് തരിപ്പണമായിപ്പോയി. ഇന്ന് യൂറോപ്പിൽ നമ്മൾ കാണുന്ന പ്രധാന നഗരങ്ങളെല്ലാം 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം വീണ്ടും പുനർനിർമ്മിച്ചതാണ്. പക്ഷേ നമ്മൾ ആ നഗരഹൃദയത്തിലേക്ക് ചെല്ലുമ്പോൾ ഇതേതാണ്ട് 500 കൊല്ലത്തിൻ്റെ പഴക്കമുള്ള കെട്ടിടമാണെന്ന് തോന്നുമെങ്കിലും അതൊന്നും 500 കൊല്ലത്തിൻ്റെ പഴക്കമുള്ള കെട്ടിടങ്ങളല്ല. ആ കെട്ടിടങ്ങളെല്ലാം 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ആ നഗരത്തിൻ്റെ എടുത്തു വെച്ചിരുന്ന ചിത്രങ്ങളും ഫോട്ടോകളും നോക്കി അതേപടി ഒരു വ്യത്യാസവും ഇല്ലാതെ പുനഃസൃഷ്ടിച്ചതാണ്. നമ്മൾ വിശ്വസിക്കുകയില്ല. ഇപ്പോഴും ചിലരും 100 കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള ഇന്ന നഗരത്തിൽ എന്ന് പറഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പം ഓർക്കുക, അതൊന്നും 2ാം ലോകമഹായുദ്ധത്തിന് മുമ്പുണ്ടായിരുന്നതായിരിക്കില്ല. അന്ന് ബോംബിങ്ങിൽ തകർന്ന് ഇന്നത്തെ ഗാസ എങ്ങനെ കിടക്കുന്നോ അങ്ങനെ കിടന്നിരുന്നതാണ് യൂറോപ്പിലെ എല്ലാ നഗരങ്ങളും, പ്രധാന നഗരങ്ങളെല്ലാം 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ. തുടർന്ന് വീണ്ടും പഴയ ഫോട്ടോകൾ പലരുടെയും കയ്യിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നഗരഭരണകൂടത്തിൻ്റെ കയ്യിൽ ഈ ഫോട്ടോകൾ എടുത്തു വെച്ചിരുന്നു യുദ്ധത്തിന് മുമ്പ് തന്നെ, ഓരോ സ്ട്രീറ്റിൻ്റെയും ഓരോ കെട്ടിടത്തിൻ്റെയും. ആ ഫോട്ടോ നോക്കി വീണ്ടും ആ നഗരങ്ങളെ ആ മട്ടിൽ പുനഃസൃഷ്ടിച്ചതാണ്. വാഴ്സോയാവട്ടെ, ബെർലിനാവട്ടെ, അങ്ങനെ പ്രധാനപ്പെട്ട യൂറോപ്യൻ നഗരങ്ങളെല്ലാം യുദ്ധത്തിന് ശേഷം പുനർനിർമ്മിച്ചതാണ്. പക്ഷേ ഈ സ്വിറ്റ്സർലൻഡിലെ ഒരു നഗരത്തിലും ഒരു ബോംബ് പോലും വീണില്ല. കാരണം എന്താണെന്നറിയോ? സ്വിറ്റ്സർലൻഡ് ഒരു ചേരിയിലും ചേർന്നില്ല. എന്നു മാത്രമല്ല, അന്നും സ്വിറ്റ്സർലൻഡ് ഒരു ബാങ്കിങ് രാജ്യമായിരുന്നു. ഈ പരസ്പര യുദ്ധം ചെയ്യുന്ന എല്ലാ രാജ്യത്തിൻ്റെയും സമ്പത്ത്, അവിടുത്തെ ഭരണാധികാരികളുടെ രഹസ്യമായിട്ടുള്ള പണം, അവർ സമ്പാദിച്ച പണം, ആ രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട സമ്പത്ത്, ഇതൊക്കെ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്നത് സ്വിറ്റ്സർലൻഡിലാണ്. സ്വിറ്റ്സർലൻഡ് ഒരു ചേരിയിലും ചേരാത്തൊരു രാജ്യം എന്ന നിലയിൽ ഇവരെല്ലാം ഇവരുടെ കാശ് കൊണ്ടുവന്ന് ഈ സ്വിറ്റ്സർലൻഡിൽ നിക്ഷേപിച്ചു. സ്വിറ്റ്സർലൻഡിലെ സ്വിസ് ബാങ്കുകൾ എന്നറിയപ്പെടുന്ന ബാങ്കുകളിൽ നിക്ഷേപിച്ചു. സ്വർണ്ണ കട്ടികൾ വരെ കൊണ്ടുവന്ന് കോടാനുകോടിയുടെ ടൺ കണക്കിന് സ്വർണം വരെ ഈ യുദ്ധകാലത്ത് ഈ സ്വിറ്റ്സർലൻഡിനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച രാജ്യങ്ങളും രാഷ്ട്രത്തലവന്മാരുമുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവന്ന് ഇവിടെ ബോംബിടുവോ? അങ്ങനെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് സ്വിറ്റ്സർലൻഡ് ആ യുദ്ധത്തെ അതിജീവിച്ചത്. യുദ്ധം കഴിഞ്ഞ് ഈ അവകാശികൾ പലരും മരിച്ചുപോയി. പല രാജ്യങ്ങളും തന്നെ ഇല്ലാതായിപ്പോയി. ഹിറ്റ്ലർ പോലുള്ള പല ഭരണാധികാരികളും ഇല്ലാതായി. അതോടെ അവരുടെ സമ്പത്ത് ഈ സ്വിറ്റ്സർലൻഡിൻ്റെ സമ്പത്തായി മാറി. അവകാശികളില്ലാത്ത ലക്ഷക്കണക്കിന് കോടി ഡോളറിൻ്റെയോ ഇന്നത്തെ കണക്കിൽ പറഞ്ഞ യൂറോയുടെയോ ഒക്കെ സമ്പത്തും സ്വിറ്റ്സർലൻഡിന് കിട്ടി. അപ്പോൾ സ്വിറ്റ്സർലൻഡ് യുദ്ധം കണ്ടു നിന്ന് കാശുണ്ടാക്കിയത് എങ്ങനെയാണെന്നുള്ള കഥയാണ് ഈ ഗൈഡ് പറഞ്ഞത്. ആ സ്വിറ്റ്സർലൻഡിൻ്റെ ഇന്നത്തെ കാഴ്ചകളിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഒരു പള്ളിയുടെ മുമ്പിൽ പോയി നിൽക്കുന്ന ചരിത്രമുള്ള പള്ളികൾ, ചില കേന്ദ്രങ്ങൾ, ഇതൊക്കെ കണ്ടു. അതെല്ലാം വിശദമായിട്ട് സഞ്ചാരത്തിൽ വന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. പക്ഷേ പിന്നെ നമ്മൾ പോകുന്നത് നഗരത്തിൽ നിന്ന് കുറച്ച് പുറത്തേക്കാണ് പോകുന്നത്. നഗരങ്ങൾ പിന്നിട്ട് കുറച്ചുകൂടി ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പുൽമേടുകളുള്ള ചെറിയ ഗ്രാമങ്ങൾ, ഒറ്റപ്പെട്ട വീടുകൾ, ആ വീടിൻ്റെ തൊടികൾ, ഇതൊക്കെ കണ്ടുകൊണ്ടുള്ള യാത്ര ചെയ്ത് ഒരു കുന്നിൻ്റെ ചെരുവിലേക്ക് എത്തുകയാണ്. ഈ കുന്നിൻ ചെരുവിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ നിന്ന് കുന്നിൻ്റെ മുകളിലേക്കാണ് ഇനി പോകേണ്ടതെന്ന് ഗൈഡ് അനൗൺസ് ചെയ്യുന്നു. അവിടെ ഒരു പാർക്കിംഗ് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, എല്ലാവരും ഇറങ്ങും, ഇവിടെ നമുക്കിനി കുന്നിൻ്റെ മുകളിലേക്ക് പോകണം, ഈ മലയുടെ മുകളിലേക്ക്. ഈ മലയുടെ മുകളിലേക്ക് നമ്മൾ പോകുന്നത് ഒരു കേബിൾ കാറിലാണ്. പല ഗ്രാമങ്ങളും മലമുകളിലുള്ള, കാരണം മലമ്പ്രദേശമാണ് സ്വിറ്റ്സർലൻഡ് മൊത്തത്തിൽ, ആ മലമ്പ്രദേശങ്ങളിൽ മലമുകളിലുള്ള പല ഗ്രാമങ്ങളെയും താഴ്വാരമായിട്ട് കണക്ട് ചെയ്യുന്നത് കേബിൾ കാർ മാത്രമാണ്. അവിടേക്ക് കാറോ ബസ്സോ ഒന്നും പോവില്ല. വാഹന ഗതാഗതം സാധ്യമല്ലാത്ത നിരവധി ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമങ്ങളിലേക്കും കേബിൾ കാറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിലാണ് ആളുകൾ ഗ്രാമീണർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഗ്രാമീണർ യാത്ര ചെയ്യുന്ന ഒരു കേബിൾ കാറിലാണ് നമ്മൾ ചെന്ന് കയറുന്നത്. അതിന് ടിക്കറ്റൊക്കെ എടുക്കണം. ഗ്രാമീണർക്ക് സീസൺ ടിക്കറ്റൊക്കെ പോലെ എന്തോ സംവിധാനമുണ്ട്, ഒരു കാർഡോ മറ്റോ ഉണ്ട്, ID കാർഡോ എന്തോ സ്വൈപ്പ് ചെയ്ത് അതിനകത്ത് കയറാം. നമുക്ക് വേണ്ടി ഗൈഡ് പോയി ടിക്കറ്റൊക്കെ എടുത്തു. ഈ കേബിൾ കാറിൽ കയറി പിന്നെ നമ്മൾ മല കയറുകയാണ്. ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല, ശരിക്കും പറഞ്ഞാൽ തനി ഗ്രാമത്തിലേക്കാണ് നമ്മളീ പോകുന്നത്. പോകുമ്പോൾ നമുക്ക് താഴെ മലഞ്ചെരുവിൽ നിബിഡമായ വനമാണ്.
സ്വിസ് ആൽപ്സിൽ വളരുന്ന തരം മരങ്ങൾ, പൈനും അതുപോലെയുള്ള മറ്റു മരങ്ങളുമൊക്കെ. അതിന് മുകളിലൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. ഈ പോകുമ്പോൾ കുറേ ദൂരം യാത്ര ചെയ്യണം. നമ്മൾ മനോഹരമായ കാഴ്ചയാണ് താഴ്വാരത്ത്. ഞാൻ ചിന്തിച്ചത്, ഇത്തരത്തിൽ നമ്മുടെ മലമ്പ്രദേശങ്ങളിൽ മൂന്നാർ പോലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ വയനാട് പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഒക്കെ എന്തുകൊണ്ടാണ് നമ്മളിപ്പോഴും നല്ലൊരു കേബിൾ കാർ സർവീസിനെ കുറിച്ച് ചിന്തിക്കാത്തത്? സത്യത്തിൽ മൂന്നാർ കേരളത്തിലെ ഏറ്റവും പൊട്ടൻഷ്യലുള്ള ടൂറിസം ഡെസ്റ്റിനേഷനിലൊന്നാണ് മൂന്നാർ. എന്നാൽ അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ദുരിതം സമ്മാനിക്കുന്ന രീതിയിലാണ് അവിടുത്തെ ഫെസിലിറ്റികളിപ്പോൾ. അതായത് ഏറ്റവും തിരക്കുള്ള ഒരു ഓണക്കാലത്ത് അല്ലെങ്കിൽ ഒരു അവധി ദിവസം ഇവിടുന്ന് മൂന്നാർ കാണാൻ പുറപ്പെടുന്ന ഒരാൾ യാത്രയുടെ മുക്കാൽ സമയവും ട്രാഫിക് ജാമിൽ കിടന്ന് നിരാശരായി പട്ടിണി കിടന്ന് തിരിച്ചു വരുന്ന അവസരങ്ങളാണ് പല ദിവസങ്ങളുണ്ടാകുന്നത്. ഇതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ വ്യക്തമായ പദ്ധതികളും ആശയങ്ങളും ഇല്ലാത്തതുകൊണ്ടല്ല, അതൊക്കെ എത്തേണ്ട മേശകളിൽ എത്തിച്ചിട്ടുള്ളതാണ് ഞാൻ തന്നെ. ശരിക്കും മൂന്നാറിന് നിരവധി സ്ഥലങ്ങളെ മാതൃകയാക്കാം. ഈ സ്വിറ്റ്സർലൻഡിനെ വിടുക, ഏഷ്യൻ രാജ്യങ്ങളുണ്ട്. മലേഷ്യയിൽ ധാരാളം മലയാളികൾ, എൻ്റെ ഈ പ്രേക്ഷകർ തന്നെ പോയിട്ടുണ്ടാവാം, ജെൻഡിങ് ഹൈലാൻഡ്, അങ്ങോട്ടുള്ള കേബിൾ കാർ സർവീസ് പോലെ. അതല്ലെങ്കിൽ വിയറ്റ്നാമിലെ ബാന ഹിൽസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കേബിൾ കാർ പോകുന്നത് പോലെ അങ്ങനെ ആക്കണം സംവിധാനങ്ങൾ. മൂന്നാറിൽ അടിമാലി കഴിഞ്ഞ് പള്ളിവാസലിന് മുമ്പായിട്ട് അല്ലെങ്കിൽ പള്ളിവാസലിന് അടുത്തായിട്ട് വലിയൊരു പാർക്കിംഗ് ബേസ് സ്റ്റേഷൻ പണിയണം. വലിയൊരു പാർക്കിംഗ് ഏരിയ, ആയിരക്കണക്കിന് വാഹനങ്ങൾക്ക് വന്നാൽ പാർക്ക് ചെയ്യാവുന്നൊരു സ്ഥലം. അവിടം വരെ വാഹനങ്ങളിൽ ആളുകൾ മൂന്നാർ കാണാൻ പോകുന്നവർ പോകേണ്ടതുള്ളൂ. അവിടെ നിന്ന് കേബിൾ കാർ ആരംഭിക്കണം. ഈ കേബിൾ കാറിന് 2 or 3 സ്റ്റേഷനുകളാവാം. മൂന്നാർ ടൗണിലൊരു സ്റ്റേഷൻ കൊടുക്കാം, അവിടുന്ന് വീണ്ടും മുകളിലേക്ക് പോകാം. മാട്ടുപ്പെട്ടി വരെ വേണമെങ്കിൽ ആ കേബിൾ കാർ എത്തുന്ന ഒരു കേബിൾ കാർ നെറ്റ്വർക്ക് ഉണ്ടാക്കണം. ഈ മാട്ടുപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് സർക്കാരിൻ്റെ ലഭ്യമായ സ്ഥലങ്ങളെല്ലാം ചേർത്ത് ഒരു ടൂറിസം ഹബ്ബ് ഡെവലപ്പ് ചെയ്യണം. അതിമനോഹരമായൊരു ഹബ്ബ്. നമ്മൾ ജെൻഡിങ് ഹൈലാൻഡിൽ ചെല്ലുമ്പോൾ ചെന്നിറങ്ങുന്ന ഒരു സ്ഥലം പോലെ, അല്ലെങ്കിൽ ബനാ ഹിൽസിലെ വിയറ്റ്നാമിലെ ബനാ ഹിൽസിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെന്നിറങ്ങുന്നത് പോലത്തെ ഒരു ഹിൽ സ്റ്റേഷൻ. അപ്പോൾ ഈ കേബിൾ കാറിലാണ് അവിടെ ആളുകൾ വന്നിറങ്ങുന്നത്. അവർക്ക് പിന്നെ അവരുടെ കാറ്, അവരുടെ വാഹനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, അത് സുരക്ഷിതമായിട്ട് താഴെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ കേബിൾ കാറിൽ വന്ന് ഇറങ്ങുന്നവർക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടിയുള്ള അമ്യൂസ്മെൻറ്റ് സെൻറ്ററുകളാവാം, ഫുഡ് കോർട്ടുകളാവാം, നിരവധി ഭക്ഷണ വൈവിധ്യങ്ങൾ ലഭിക്കുന്ന ഫുഡ് കോർട്ടുകളാവാം, നിരവധി ഗെയിമിംഗ് സാധ്യതകളുള്ള ഫെസിലിറ്റികളാവാം. ആ ഹബിനകത്ത് തന്നെ മ്യൂസിയങ്ങൾ, വാക്സ് മ്യൂസിയം പോലുള്ള മ്യൂസിയങ്ങളാവാം, ആക്ടിവിറ്റി സെൻറ്ററുകളാവാം, അതുപോലെ തന്നെ സുവനീർ ഷോപ്പുകൾ, കരകൗശല വസ്തുക്കൾ, ഷോപ്പിങ്ങിന് പറ്റുന്ന ഗംഭീരമായ ഷോപ്പിംഗ് ഏരിയകളുണ്ടാകാം, ഫുഡിൻ്റെ വെറൈറ്റി ഫുഡുകൾ വിളമ്പുന്ന ഫുഡ് സ്ട്രീറ്റുകളും ഫുഡ് കോർട്ടുകളും ആവാം. കൂടാതെ അവിടെ നിന്ന് തന്നെ പല ടൂറുകൾ ഓപ്പറേറ്റ് ചെയ്യാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് അവിടെ നിന്ന് ബുക്ക് ചെയ്യാം പല ടൂറുകൾ. അതായത് തേയില തോട്ടങ്ങളിലൂടെ, തേയില ഫാക്ടറിയിലൂടെ തേയില രൂപപ്പെടുത്തുന്ന ടൂറുകൾ, ചോക്ലേറ്റ് ഫാക്ടറികളിലേക്കുള്ള ടൂറുകൾ, അതുപോലെ തന്നെ മലമ്പാതകളിലൂടെ ട്രക്കിംഗ് ടൂറുകൾ, അതുപോലെ തന്നെ ജീപ്പ് സഫാരികൾ, ഇതെല്ലാം ഈ ഹബ്ബിൽ നിന്ന് ആളുകൾക്ക് ബുക്ക് ചെയ്യാം. ഇവിടുന്ന് ആളുകളെ ഈ പറഞ്ഞ ഡെസ്റ്റിനേഷനുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഇലക്ട്രിക് വെഹിക്കിളുകളിലായിരിക്കാം. അപ്പോൾ അവിടുന്ന് സ്ഥിരമായിട്ട് കൃത്യമായ ഇടവേളകളിൽ ഈ ഹബ്ബിൽ നിന്ന്, ഈ ഹബ്ബ് എന്ന് പറയുന്നത് വലിയൊരു കോംപ്ലക്സ് ആയിരിക്കും, വളരെ മനോഹരമായൊരു എസ്തെറ്റിക്കലി ക്രിയേറ്റ് ചെയ്ത, നമ്മൾ ബാനാ ഹിൽസിലും ജെൻഡിങ് ഹൈലാൻഡിലും ഒക്കെ കാണുന്നത് പോലെ ഈ കേബിൾ കാറിൽ വന്നിറങ്ങുന്ന ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും വന്നിറങ്ങുന്ന ഒരു വലിയൊരു ഹബ്ബ്. അവിടെ തിയേറ്ററുകളാവാം, ആംഫി തിയേറ്ററുകളാവാം, പല പരിപാടികളാവാം, നിരന്തരം പരിപാടികൾ നടക്കുന്ന, ആളുകൾക്ക് എൻ്റർടൈൻഡ് ആവാൻ എല്ലാ ഫെസിലിറ്റികളുള്ള സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ ചിന്നക്കനാലിലേക്ക്, മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഡബിൾ ഡെക്കർ ബസ്സുകൾ പോലുള്ള ഫെസിലിറ്റികൾ, അതെല്ലാം കാഴ്ച കണ്ട് ഇവർ തിരിച്ചിവിടെ എത്തും. ഇവിടെ എത്തിയിട്ട് ഭക്ഷണം കഴിക്കാം. തിരിച്ചിതേ കേബിൾ കാറിൽ ഇവർക്ക് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതിലേക്ക് എത്തുന്നു. ഇനി ആർക്കെങ്കിലും ഇതിനിടയ്ക്ക് മൂന്നാർ ടൗണിൽ ഇറങ്ങണമെങ്കിൽ ഇതിനിടയ്ക്കുള്ള സ്റ്റേഷനിൽ ഇറങ്ങി മൂന്നാർ ടൗണിലെ കാഴ്ചകളൊക്കെ കണ്ട് എന്തെങ്കിലും ഷോപ്പിംഗ് നടത്തണമെങ്കിൽ അത് നടത്തി തിരിച്ച് ഈ കേബിൾ കാറിൽ കയറി താഴേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഈ മൂന്നാർ ടൗണിലെ കൺജഷൻ ഒഴിവാകുന്നു. ഈ ഹിൽ സ്റ്റേഷന്, ഈ മലമ്പ്രദേശങ്ങളിലൂടെ മുഴുവൻ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഓടി അവരെല്ലാം കൊണ്ടുവന്നിടുന്ന വേസ്റ്റുകൾ, മാലിന്യം, ഭക്ഷണാവശിഷ്ടങ്ങൾ, ഇതെല്ലാം കൊണ്ട് മലിനമാകാതെ ഏറ്റവും വൃത്തിയായി, ഭംഗിയായി, സൗന്ദര്യത്തോടെ ആ കാര്യങ്ങൾ നടക്കും. ഒപ്പം ഈ കേബിൾ കാർ സംവിധാനത്തിൽ കയറുന്നതിലൂടെ അതിൻ്റെ ഫീസിനത്തിൽ നല്ലൊരു വരുമാനം സർക്കാരിന് അല്ലെങ്കിൽ അതിൻ്റെ സംഘാടകർക്ക് ലഭിക്കും. കൂടാതെ ഈ ഹബ്ബ് എന്ന് പറയുന്നിടത്തുള്ള എല്ലാ ഫെസിലിറ്റികളും വലിയ വരുമാനം ഉണ്ടാക്കും. ആളുകൾ സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടാകും. ആളുകൾ അവിടെ വന്ന് മാലിന്യം നിക്ഷേപിക്കുന്നൊരു സ്ഥലമായിട്ടല്ലാതെ
എൻ്റർടൈൻമെൻറ്റിനുള്ള കാശ് മുടക്കിയാൽ ആസ്വദിക്കാൻ നിരവധി അവസരങ്ങളുള്ള ഫെസിലിറ്റികളുള്ള ഒരു ഗംഭീര ഡെസ്റ്റിനേഷനായിട്ട് മൂന്നാർ മാറും. അപ്പോൾ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളും വിദേശ ടൂറിസ്റ്റുകളും എല്ലാം ഒഴുകുന്ന ഒരു സ്ഥലമായിട്ട് അത് മാറും. ഇത്തരത്തിലാണ് നമ്മുടെ ടൂറിസം ഡെസ്റ്റിനേഷനുകൾക്ക് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണമെന്ന് ഞാനീ പറയുന്നത്. ഇതിനാണ് ഈ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. ഈ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാതെ നമ്മൾ ഒരു കക്കൂസ് പണിയുന്നു, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് പണിയുന്നു, അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് ഷെഡ് പണിയുന്നു, അല്ലെങ്കിൽ ഒരു ബസ് ഓടിക്കാനിടുന്നു, ഇങ്ങനെ എന്തെങ്കിലും വാലും തലയില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാഴ്ചപ്പാടും ദീർഘവീക്ഷണവും ഇല്ലാതെ, ഭാവിയെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ, ലോക നിലവാരം എന്താണെന്ന് ബോധം പോലും ഇല്ലാതെ ഉണ്ടാക്കുമ്പോഴാണ് ഒരു പ്രദേശം ടൂറിസത്തിൽ നശിച്ചു പോകുന്നത്. മൂന്നാർ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇത്തരത്തിലൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഇൻവെസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങിൽ അവതരിപ്പിച്ചാൽ എത്രയോ മലയാളികൾ, കേരളത്തിലുള്ളവരും വിദേശികളുമായ ആളുകൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വരും. ഇത് ഇങ്ങനെ ഒരു പ്രോജക്റ്റിൽ പണം മുടക്കാൻ തയ്യാറായിട്ട് വരും. ഇതിന് ഒരു പ്രോജക്റ്റ് മുമ്പോട്ട് വെക്കുക മാത്രമേ ആവശ്യമുള്ളൂ. അതിന് ആളുകളെ കൺവിൻസ് ചെയ്യുന്ന അതിൻ്റെ വരുമാന സ്രോതസ്സുകൾ, അതിൻ്റെ ഓപ്പറേഷണൽ സിസ്റ്റം എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയാൽ ഇത്രയും വിജയിക്കാവുന്ന പ്രോജക്റ്റ് വേറെയില്ല. ഇത് ഞാനൊരു മൂന്നാറിന് വേണ്ടി മാത്രം പറഞ്ഞതാണെങ്കിൽ കുട്ടനാടിന് ഇതുപോലെ തന്നെ വ്യത്യസ്തമായ വാട്ടർ വേൾഡ് എന്ന നിലയിൽ അവിടുത്തെ പ്രകൃതി, അവിടുത്തെ ജീവിതം, അവിടുത്തെ കാർഷിക ജീവിതം, അവിടുത്തെ ജലഗതാഗതം, അവിടുത്തെ എൻ്റർടൈൻമെൻറ്റ്, വള്ളംകളി, കലകൾ, ഇതിനെല്ലാം അവതരിപ്പിക്കുന്ന ഒരു ഗംഭീര ഡെസ്റ്റിനേഷനായിട്ട് കുട്ടനാടിനെ മാറ്റാം. കുട്ടനാട് മറ്റൊരു ഹബ്ബായിരിക്കും. വയനാട് മറ്റൊന്ന്, ബേക്കൽ പോലുള്ള പ്രദേശങ്ങളുടെ ചരിത്രത്തിലൂടെയുള്ള മറ്റൊന്ന്, ബേപ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഉരു ടൂറിസം, വമ്പൻ ഉരുക്കൾ, അവിടെ ഉരുണ്ടാക്കുന്നൊരു സ്ഥലമാണ്. 10-12 ബെഡ്റൂമുകളുള്ള ഉരുക്കളുമായിട്ട് എല്ലാ ദിവസവും ബേപ്പൂരിൽ നിന്ന് വൈകുന്നേരം ക്രൂസുകൾ ആരംഭിക്കുകയും അടുത്ത ദിവസം അത് കൊച്ചിയിലെത്തുന്നു, കൊച്ചിയിലെ കാഴ്ചകളിലേക്ക്, അങ്ങനെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ആയി, അതായത് ക്രൂസ് ഷിപ്പുകൾ പോകുന്ന പോലെ തന്നെ എന്തുകൊണ്ട് ഉരുക്കളിലൂടെ ഉരുക്കൾ ഉപയോഗിച്ചുള്ള ക്രൂസ്, 10-20 മുറികൾ മാത്രമുള്ള ഉരുക്കളുടെ ഒരു ഹാർബറായിട്ട് ശരിക്കും പറഞ്ഞാൽ ബേപ്പൂരിനെ മാറ്റാം. ഒരു ടൂറിസം ഹബ്ബാക്കി. അമേരിക്കയ്ക്ക് മയാമി എങ്ങനെയാണോ ഒരു ക്രൂസ് ക്യാപിറ്റലായി മാറിയത്, അതുപോലെ ബേപ്പൂരിനെ ഒരു ക്രൂസിൻ്റെ ഒരു ക്യാപിറ്റലാക്കി, കേന്ദ്രമാക്കി മാറ്റാം. അവിടെ നിന്ന് കൊച്ചിയിലേക്കും വിഴിഞ്ഞത്തേക്കും തിരുവനന്തപുരത്തേക്കും കൊല്ലത്തേക്കും ഒക്കെ, എന്തിനേറെ വടക്കോട്ട് കാസർഗോട്ടേക്കും ഒക്കെ ക്രൂസുകൾ, ഓവർനൈറ്റ് ക്രൂസുകൾ നടത്തുന്ന സംവിധാനങ്ങളാക്കാം. ഇങ്ങനെ കേരളത്തിലെ ഒരു 25 ഡെസ്റ്റിനേഷനുകളെ ഇത്തരത്തിൽ ടൂറിസം ഹബ്ബുകളാക്കി മാറ്റുമ്പോഴാണ് ലക്ഷ്യബോധത്തോടെയുള്ള ഒരു ടൂറിസം പ്രവർത്തനം ആരംഭിക്കുന്നത്. അല്ലാതെ അവിടെ ഒരു പാലം പണിതു, ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് പണിതു, മറ്റേടത്ത് എന്തോ ഒരു സാധനം പണിതു, അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പണിതു, ഇതല്ല. ടോട്ടാലിറ്റിയിലൊരു വിഷൻ വേണം. ഇതൊക്കെ നമ്മൾ ഈ ലോകയാത്രകളിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇത് ഷെയർ ചെയ്യുകയാണ് നമ്മൾ. അത് പല പ്ലാറ്റ്ഫോമുകളിൽ അവതരിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിലൂടെ അവതരിപ്പിക്കുകയാണ്. ഈ സ്വിറ്റ്സർലൻഡിലെ മലമുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ കേബിൾ കാറിലിരുന്ന് ചിന്തിച്ചത് ഇതൊക്കെ തന്നെയാണ്. ഞാൻ അവിടെ ചെന്ന് ഇറങ്ങുന്നു, അതിമനോഹരമായ സ്ഥലം, അതിലൂടെ നടന്നു. അവിടെ ഒരു ഭാഗത്ത് നിന്നാൽ മലയുടെ ഒരു ചെരുവിൽ നിന്നാൽ താഴെ അങ്ങ് അകലെ സൂറിച്ച് നഗരം കാണാം. കുറേ നേരം അതിലൂടെ ചുറ്റി നടന്നു. ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും കേബിൾ കാറിൽ കയറി താഴെ വന്നു, ബസ്സിൽ കയറി. പിന്നെ ഈ സൂറിച്ച് തടാകത്തിൻ്റെ തീരത്തുകൂടിയാണ് പിന്നെ യാത്ര. നിരവധി ഗ്രാമങ്ങൾ, ഡയറി ഫാമുകൾ നടത്തുന്ന ഗ്രാമങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രാമങ്ങൾ, പുല്ല് വളർത്തി പുല്ലിൽ നിന്ന് നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രാമങ്ങൾ, അതുപോലെ തന്നെ ഡയറി പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഗ്രാമങ്ങൾ, അതായത് പാലുൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രാമങ്ങൾ, ഇതൊക്കെ പിന്നിട്ട് എല്ലാ സമ്പന്നരല്ല, കാർഷിക വൃത്തി കൊണ്ട് ജീവിക്കുന്നവരാണ് പലരും. ആ കാർഷിക വൃത്തി കൊണ്ട് പക്ഷേ ശാസ്ത്രീയമായി പ്രൊഫഷണലായി നടത്തി ഏറ്റവും മികച്ച വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് സ്വിറ്റ്സർലൻഡിലെ ഓരോ ഗ്രാമവും നമുക്ക് കാണിച്ചു തരുന്നത്. അവിടുത്തെ കർഷകർ നമ്മളെ കാണിച്ചു തരുന്നത്. ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ടാക്കുന്ന ഗ്രാമങ്ങളുണ്ട്, തടിയിൽ കൊത്തുപണികൾ ചെയ്യുന്നവരുടെ ഗ്രാമങ്ങളുണ്ട്, വാച്ച് ഉണ്ടാക്കുന്ന ഗ്രാമങ്ങളുണ്ട്, വീടുകളിലിരുന്ന് വാച്ചിൻ്റെ പണി നടത്തുന്ന, വാച്ച് നിർമ്മിക്കുന്ന ചെറിയ സ്മോൾ സ്കെയിൽ യൂണിറ്റുകളുള്ള പല ഗ്രാമങ്ങളുണ്ട്. ഇതൊക്കെ പിന്നിട്ട് നമ്മൾ ഒരു ഗ്രാമത്തിലെ കടവിലേക്ക് എത്തുകയാണ്. അത് ഈ സൂറിച്ച് തടാകം വലിയൊരു തടാകമാണ്. ഈ സ്വിറ്റ്സർലൻഡിൽ നിരവധി തടാകങ്ങളുണ്ട്. ഈ മലമുകളിലെ തടാകങ്ങളാണ് നല്ല തെളിഞ്ഞ ജലമായിട്ട് ആകാശം മുഖം നോക്കുന്ന ഗംഭീര നീല തടാകങ്ങൾ. അതിൻ്റെ ഓരങ്ങൾ, തീരങ്ങളും എന്ന് പറഞ്ഞാൽ പുൽമേടുകളാണ്. നല്ല കുന്നുകളും മലകളുമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. അതിൻ്റെ അങ്ങേ അകലെ മഞ്ഞു മൂടിയ മലനിരകൾ, അതിമനോഹരമായ. സ്വിറ്റ്സർലൻഡിൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയേണ്ടതില്ലല്ലോ. നിങ്ങൾ എത്രയോ തവണ കണ്ടിട്ടുള്ള, കൊതിച്ചിട്ടുള്ള ഒരു ദൃശ്യമാണത്. ആ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഒരു ബോട്ട് ചെട്ടി പോയി ഇറങ്ങുകയാണ്. ആ സ്ഥലത്തിൻ്റെ പേര് ഹോർഗൻ എന്നാണ്. ഈ ഹോർഗനിൽ നിന്ന് ഇനി ഒരു ഫെറിയുണ്ട്. ഫെറിയല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ജങ്കാർ എന്ന് വേണേൽ പറയാം. കൊച്ചിയിലുണ്ട്, വൈപ്പിനെ കണക്ട് ചെയ്ത് ഫോർട്ട് കൊച്ചിയെ കണക്ട് ചെയ്തിട്ടുള്ള സർവീസൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ കേരളത്തിൽ. അന്ന് അങ്ങനെയൊന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്നതായതുകൊണ്ട് അതിൽ വലിയ കൗതുകമായിരുന്നു. അവിടെ ഈ ഫെറി അടുക്കുന്നതും കാത്ത് ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ കോഫി ഷോപ്പുകളുണ്ട്, അവിടെ സുവനീർ കടകളുണ്ട്, അവിടെയൊക്കെ കയറി സാധനങ്ങൾ വാങ്ങാം. എൻ്റെ കൂടെ ആ ബസ്സിലുണ്ടായിരുന്നവരൊക്കെ പലതും പല സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഫെറി വരുന്നു, നമ്മുടെ ബസ് അതിനകത്തേക്ക് ഓടിച്ച് കയറ്റുന്നു. നമുക്കതിൻ്റെ മുകളിലത്തെ നിലകളിൽ പോയിരിക്കാം. മുകളിലത്തെ നിലകളിൽ ഷോപ്പിംഗ് സെൻറ്ററുകൾ, റെസ്റ്റോറൻറ്റ്,
ബിയർ കഴിക്കാൻ, വൈന് കഴിക്കാനൊക്കെയുള്ള ഫെസിലിറ്റികൾ ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഒരു 10-15 മിനിറ്റ് കൊണ്ട് അപ്പുറം എത്തും. സുന്ദരമായ ആ സൂറിച്ച് തടാകത്തിലൂടെയുള്ള ബോട്ട് യാത്ര അതിഗംഭീരമായ അനുഭവമാണ്. അത് കഴിഞ്ഞ് മെയിലൻ എന്ന് പറയുന്ന മറുവശത്തെ ഗ്രാമത്തിൻ്റെ തീരത്തേക്ക് നമ്മുടെ ബോട്ടെടുത്തു. മെയിലൻ അതിസുന്ദരമായൊരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ അതിമനോഹരങ്ങളായ ചെറിയ വീടുകളാണ് ആ ഗ്രാമത്തിൽ കാണുന്ന മുഴുവൻ. മെയിലനിൽ നിരവധി വീടുകൾ. ഈ വീടുകളൊക്കെ ചിലത് മനോഹരമായ പ്രൗഢമായ വീടുകളാണ്, ചിലത് വളരെ സിമ്പിളാണ്. പക്ഷേ ഈ സിമ്പിളായ വീടുകൾ പോലും ലോകത്തെ ഏതെങ്കിലും ഒരു കോടീശ്വരൻ്റെ ആയിരിക്കും. ഈ മെയിലനിലെ പല വീടുകളും ലോകപ്രശസ്തരായ പല സെലിബ്രിറ്റികളുടെയാണ്. ഹോളിവുഡ് താരങ്ങളുണ്ട്, സംഗീത പ്രതിഭകളുണ്ട്, അതുപോലെ തന്നെ സ്പോർട്സ് താരങ്ങളുണ്ട്, ലോകത്തിലെ ഏറ്റവും വമ്പന്മാരായ കോടീശ്വരന്മാരുണ്ട്. ഇവർക്കെല്ലാം മിക്കവാറും ഈ വമ്പന്മാർക്കെല്ലാം ഈ മെയിലൻ ഗ്രാമത്തിൽ ഒരു വീടുണ്ടാവും. ആ പല പ്രഗത്ഭരുടെയും വീടുകൾ ഈ പോകുന്ന വഴിക്ക് ഗൈഡ് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു തരും. ഇത് മൈക്കിൾ ജാക്സൻ്റെ വീടാണ്, അത് മൈക്കിൾ ജാക്സൺ ജീവിച്ചിട്ടുണ്ട്, മൈക്കിൾ ജാക്സൺ ഇടയ്ക്ക് വന്ന് താമസിക്കുന്ന സ്ഥലമാണ്, മഡോണയുടെ വീടാണ് ഇപ്പറേ, ഇങ്ങനെ പറഞ്ഞ് ലോകപ്രശസ്തരായ പലരുടെയും വീടുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ കുറേ നേരം കൂടി ഓടി നമ്മൾ ഏതാണ്ടൊരു 4 മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും സൂറിച്ച് നഗരത്തിൽ ചെന്നു. ഇനി എനിക്ക് വേണമെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ഇപ്പോൾ ഏകദേശം നഗരത്തിൻ്റെ ഒരു ഐഡിയ കിട്ടി. ഞാൻ ആ ലിമ്മത്ത് നദിയുടെ തീരത്തൂടെ നടക്കുകയാണ്. കുറേ ദൂരം നടന്നു. സ്ക്വയറുകളുണ്ട്, റാത്ത് ഹൗസ് എന്ന് പറയുന്ന അവരുടെ സിറ്റി ഹാളുണ്ട്. അതിൻ്റെ മുൻഭാഗമെല്ലാം മനോഹരമായി കല്ല് വിരിച്ച സ്ക്വയറുകൾ. ഈ സ്ക്വയറിൻ്റെ ഓരങ്ങളിൽ നിരവധി റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, ബിയർ ഗാർഡനുകൾ, അതിൻ്റെയൊക്കെ പരിസരങ്ങളിൽ കലാകാരന്മാർ നിരന്നു തുടങ്ങിയിരിക്കുന്നു. 4:30-5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കലാകാരന്മാർ വന്നു. ഒരിടത്ത് അക്കോർഡിയനുമായിട്ടൊരാൾ നിന്ന് ഗംഭീരമായൊരു പെർഫോമൻസ് നടത്തുകയാണ്. ഈ പെർഫോമൻസ് ഷൂട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ മുമ്പിൽ ഒരു ടീമുണ്ട്. 2 ക്യാമറാമാന്മാരും ഒരു ആങ്കറും ഒക്കെ നിന്നിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അത് സ്റ്റാർ ടി വിയുടെയാണ്. സ്റ്റാർ ടി വിയുടെ ക്രൂ ആണിത്. അവരെന്തോ ട്രാവലോഗ് ചെയ്യുകയാണ്. അപ്പോൾ അവരൊരു 3 പേര് കൂടിയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ പരിപാടി ഷൂട്ട് ചെയ്യുന്നതും കൂടെ ഞാൻ ഷൂട്ട് ചെയ്തു. അവിടെ ഒരു ആങ്കർ ഉണ്ട്. അവർ ഈ അക്കോർഡിയൻ സംഗീതത്തിനനുസരിച്ച് അവരതിൻ്റെ മുമ്പിൽ നിന്ന് നൃത്തം ചെയ്യുകയാണ്. അങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. അത് നൃത്തം കൂടെ വന്നതോടുകൂടി ഈ അക്കോർഡിയൻ പ്ലേ ചെയ്യുന്ന സംഗീതത്തിന് ആവേശമായി. അയാൾ നല്ല ഗംഭീര പെർഫോമൻസുകൾ, നല്ല അതിവിശിഷ്ടമായ കുറേ പാട്ടുകൾ അങ്ങ് പാടി. എനിക്കത് ഷൂട്ട് ചെയ്യാനുള്ള അവസരമായി. അതൊക്കെ ഷൂട്ട് ചെയ്തെടുത്തു. തൊട്ടടുത്ത് വേറൊരാൾ പിക്കോളോ എന്ന് പറയുന്ന ഒരു സംഗീതോപകരണമായിട്ട് അവിടെ നിൽക്കുന്നു. അയാളും പെർഫോം ചെയ്യുകയാണ്. അങ്ങനെ നിരവധി കലാകാരന്മാർ. അങ്ങനെ പല വഴികളിലൂടെ വൈകുന്നേരം എക്സ്പ്ലോർ ചെയ്യുകയാണ് ഞാൻ. ഈ സൂറിച്ച് നഗരത്തിൻ്റെ ജീവിതം, കാഴ്ചകളൊക്കെ കണ്ടു നടന്നു. പിന്നെ വീണ്ടും നടന്ന് നമ്മൾ ഓൾഡ് ടൗൺ സ്ക്വയറിലേക്ക് എത്തുന്നത്, നഗരത്തിൻ്റെ ഏറ്റവും പുരാതനമായ ഭാഗം. ഈ ഓൾഡ് ടൗൺ സ്ക്വയറിലായിരുന്നു നൂറ്റാണ്ടുകൾ മുമ്പ് മുതൽ തന്നെ മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്നത്. അവിടുത്തെ ചന്ത, നാട്ടുകാർ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന സ്ഥലം. മറ്റു നാടുകളിൽ നിന്ന് ചരക്കുമായിട്ട് കച്ചവടക്കാർ ഇവിടെ എത്തും. അവരാഴ്ചയുടെ ചില പ്രത്യേക ദിവസങ്ങളിൽ പ്രത്യേക ഉൽപ്പന്നങ്ങളുമായിട്ട് വരും. അത് വാങ്ങാൻ നാട്ടുകാർ ഇവിടെ വരും, സാധനങ്ങൾ വാങ്ങും. കച്ചവടം കഴിഞ്ഞ് വൈകുന്നേരം ചിലപ്പോൾ ഇവിടെ താമസിച്ചിട്ട് അല്ലെങ്കിൽ അന്ന് തന്നെ ഈ കച്ചവടക്കാർ അവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോവും. നിരവധി കുതിരവണ്ടികളിൽ ഉള്ള ഒരു കാരവനായിട്ട് അവരുടെ ഗ്രാമങ്ങളിലേക്ക് അവർ മടങ്ങിപ്പോവും. അപ്പോൾ അതൊക്കെ വന്ന് നിറഞ്ഞു നിന്നിരുന്ന സ്ക്വയറാണ് ഈ ഓൾഡ് ടൗൺ സ്ക്വയർ. ഇപ്പോൾ അവിടെ ചില ദിവസങ്ങളിൽ പുരാവസ്തുക്കളുടെ വിൽപ്പനയാണ് നടക്കുന്നത്. പല നാടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന പുരാവസ്തുക്കൾ. അവിടെ അടുത്തൊരു ദിവസം വൈകുന്നേരം ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഇന്ത്യയിൽ നിന്ന് നിരവധി ഉൽപ്പന്നങ്ങൾ, ഇത്തരത്തിൽ പുരാവസ്തുക്കൾ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു സായിപ്പിനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രധാന വിൽപ്പന വസ്തു എന്ന് പറയുന്നത് ഗണേശ വിഗ്രഹങ്ങളാണ്. പല രൂപത്തിലും ഭാവത്തിലുള്ള ഗണേശ വിഗ്രഹങ്ങൾ, അതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങളിലെ ശില്പങ്ങൾ, അതുപോലെ നമ്മുടെ വിളക്കുകൾ, ഇന്ത്യൻ കരകൗശല വസ്തുക്കളും പുരാവസ്തുക്കളും മാത്രം വിൽക്കുന്ന ഒരു സ്റ്റോൾ ഇട്ടിരിക്കുന്ന ഒരു സായിപ്പിനെയും അടുത്ത ദിവസം വൈകുന്നേരം ഞാൻ ചെല്ലുമ്പോൾ കണ്ടു. ഈ സായിപ്പ് ഇന്ത്യയിലാണ് വർഷത്തിൻ്റെ പകുതി സമയവും, ബാക്കി പകുതി സമയമുള്ളൂ സ്വിറ്റ്സർലൻഡിൽ. ഇവിടെ വലിയ തണുപ്പ് കാലം ആകുമ്പോഴത്തേക്കും പുള്ളി ഇന്ത്യയിലേക്ക് വരും. ആ സമയത്ത് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഈ പുള്ളി സാധനങ്ങൾ വാങ്ങിക്കൂട്ടും. എന്നിട്ട് സ്വിറ്റ്സർലൻഡിലേക്ക് കൊണ്ടുപോകും. അടുത്ത 6 മാസം അവിടെ ഇത്തരത്തിലുള്ള സ്റ്റോളുകൾ ഇട്ട് വിറ്റ് തീർക്കും. വലിയ കച്ചവടമാണ് പുള്ളിക്ക്. അദ്ദേഹത്തെ പരിചയപ്പെട്ടു. ഇന്ത്യയിൽ വന്നാൽ വിളിക്കാമെന്നൊക്കെ പറഞ്ഞാണ് അന്ന് ഞങ്ങൾ പിരിഞ്ഞത്. പക്ഷേ പിന്നെ പുള്ളിയുടെ വിവരമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട് നടക്കുമ്പോഴത്തേക്ക് നേരെ ഇരുട്ടി, സന്ധ്യയായി. ഓൾഡ് ടൗൺ സ്ക്വയറിൽ നിന്ന് നീണ്ടു കിടക്കുന്ന പഴയ നഗര തെരുവുകളുണ്ട്. ആ തെരുവുകൾ കല്ല് വിരിച്ച തെരുവുകളാണ്. ആ തെരുവിൻ്റെ ഓരങ്ങളിലും നിരവധി റെസ്റ്റോറൻറ്റുകളാണ്. സന്ധ്യയാകുമ്പോഴത്തേക്ക് ആളുകൾ വന്നിരുന്ന് പാനോപചാരവും വെടിവട്ടവും ഒക്കെ ആയിട്ടിരിക്കുന്ന, മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്ന റെസ്റ്റോറൻറ്റുകൾ. അങ്ങനെ ആ തെരുവിലൂടെ നടക്കുമ്പോൾ കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേക്കും കുറേയേറെ നൈറ്റ് ക്ലബ്ബുകൾ അവിടെയുണ്ട്, വ്യത്യസ്തങ്ങളായ നൈറ്റ് ക്ലബ്ബുകൾ. അപ്പോഴത്തേക്കും ഒരു മഴ ചാറി തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ആ ഒരു കെട്ടിടത്തിൻ്റെ തിണ്ണയിലേക്ക് കയറി നിന്നു, മഴ നനയാതെ നിന്നു. അപ്പോൾ ആ കെട്ടിടത്തിനകത്ത് നിന്ന് വാതിൽ തുറക്കുമ്പോൾ സംഗീതം, പഞ്ചുള്ള നമ്മളെ ത്രസിപ്പിക്കുന്ന സംഗീതം ഒഴുകി വരികയാണ്. ആ കെട്ടിടത്തിൻ്റെ ഭിത്തിയിൽ സുന്ദരിമാരുടെ ചിത്രങ്ങളാണ്. വൈബ്രൻ്റായ
ത്രസിപ്പിക്കുന്ന സംഗീതം ഒഴുകി വരുന്നു. പുറത്ത് മഴ. ഇനി എന്തു ചെയ്യണം? നൈറ്റ് ക്ലബിനുള്ളിലേക്ക് കയറണോ? കയറിയാൽ ക്യാമറ അനുവദിക്കുമോ? അറിയില്ല. കയറണോ? കുറേ നേരം ഞാൻ അവിടെ ഒന്ന് ചിന്തിച്ചു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.